ഇന്നെല്ലാവരും വെറുത്ത ഒരു സംഭവമാണ് രാഷ്ട്രീയം പറച്ചിലുള്ളത്. പൊതുവെ ആരും വിവേകമുള്ള ഒരാളും ഇപ്പം രാഷ്ട്രീയം പറയാറില്ല. എന്തുകൊണ്ടെന്നല്ല, രാഷ്ട്രീയം ഒരു ബിസിനസ്സാണ്. കുറച്ചു പേർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു, ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളവർ മാത്രമേ ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും അത് ഉപേക്ഷിച്ച്, എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ, ഇതൊരു വ്യവസായ സംരംഭമാണ്. കുറച്ച് പേർക്ക് കാശുണ്ടാക്കാൻ നമ്മുടെ ചുറ്റളവിൽ നമുക്കറിയാവുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഒരു പണിക്കും പോകാതെ വലിയ മണിമാളികൾ വെക്കുന്നു, വലിയ മുന്തിയ കാറുകളിൽ നടക്കുന്നു. ഏതെങ്കിലും അണികൾ അങ്ങനെ നടക്കുന്നുണ്ട്. അവരിപ്പോഴും ഇതുണ്ട്, കരിങ്കൊടി പിടിക്കുന്നു, കോലം കത്തിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസിൻ്റെ തല്ല് മേടിക്കുന്നു. നേതാക്കന്മാരിതൊന്നുമില്ല, ഒന്നിച്ചു കൂടിയിരുന്ന് കള്ളു കുടിക്കുന്നു. 9 മണി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉറപ്പ് പറയണം, 9 മണി കഴിഞ്ഞാൽ കള്ളു കുടിച്ച് വേറെ ലോകത്തേക്ക് പോകുന്ന നേതാക്കന്മാരെ ഇന്ന് കേരളത്തിലുള്ളൂ. ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെ. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, CPI ആകട്ടെ, ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ഉള്ള ഒരു കാലമാണ്. അണികൾ വെറുതെ ഒരു കാര്യമില്ലാതെ, ഒരു ലാഭവുമില്ലാതെ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നു. അവരങ്ങ് മത്ത് പിടിച്ച പോലെ സംസാരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടില്ലേ, അത് തന്നെയാണ് കറക്റ്റ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടുകക്ഷികളാണ്. നേതാക്കന്മാർ അവർ കൃത്യമായിട്ട് കാശുണ്ടാക്കുന്നുണ്ട് വലിയ രീതിയിൽ. ഇപ്പം മുഖ്യമന്ത്രി കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്നു. അണികൾക്ക് മാത്രം ഉള്ള മദ്യചരണാങ്കുലി അതിരപ്പുള്ളക്ക് ചഷക്കെന്ന് പറഞ്ഞ പരിപാടിയും നമ്മുടെ ഇടപെടൽ വായിലിടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കഥയില്ല. ഇതൊക്കെ പറയുന്നവരെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളാണ്. അതിന് തിരിച്ചറിവുകൾ പറയുകയാണ്. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു. ഇപ്പം കരൂർ സാറ് പറഞ്ഞ പോലെ, ഒരു റിപ്പോർട്ടർ കോമഡിൽ നിന്ന് വന്ന് വിദേശ രാജ്യത്ത് പോയി റിപ്പോർട്ട് ചെയ്തത്, അതൊക്കെ നല്ല വാർത്തകളാണ്. അതൊക്കെ ആസ്വദിക്കുക. അതേപോലെ നമ്മുടെ ശാസ്ത്ര മേഖലകളിൽ നടക്കുന്ന വിവിധ കാര്യങ്ങൾ, സാമൂഹികപരമായ കാര്യങ്ങൾ, സാംസ്കാരികപരമായ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണ്ടേ. ഒരു കാര്യമില്ലാതെ രാഷ്ട്രീയം പറയുന്നവരോട് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ വളരെ പുച്ഛം തോന്നും. എന്തുകൊണ്ടെന്നാൽ ഇത് കൃത്യമായിട്ട് കുറേ കാലം രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുകയും തിക്തമായ ഫലങ്ങൾ അനുഭവിക്കുകയും രാഷ്ട്രീയം ഇതുപോലെ പൊതുവേദികൾ പറയുകയൊക്കെ ചെയ്തൊരു ആളെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പണിക്കും പോകാതെ ജീവിക്കാനുള്ള കുറേ ആൾക്കാരുടെ ഒരു മാർഗം മാത്രമാണ് രാഷ്ട്രീയം. ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ഇതുപോലൊരു തട്ടിപ്പ് വേറെയില്ല. നമ്മുടെ ഭരണ സംവിധാനം കണ്ടല്ലോ, ജനാധിപത്യം, ജനങ്ങൾ വെറുതെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അടിമകളെപ്പോലെ ആകുന്നൊരു സംസ്കാരം ഇതൊക്കെ മാറേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായിട്ടും കഴിയുമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ അടുപ്പിക്കാതിരിക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവാകാതിരിക്കുക. നമ്മുടെ അവനവൻ കടമ്പ എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. അത് കടക്കാൻ ശ്രമിക്കുക, അവനവൻ്റെ കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, എല്ലാവരോടും സൗഹാർദ്ദമായിട്ട് പെരുമാറുക. മത, ജാതി, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മൾ സൗഹാർദ്ദമായിട്ട് പോട്ടെ, അതായിരിക്കും ഉത്തമം. രാഷ്ട്രീയക്കാരെ കണ്ടാൽ ഞാൻ സത്യം പറയാം, രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ എനിക്ക് തീട്ടം കാണുന്ന ഒരു മുഖഭാവമാണ് എനിക്കുള്ളത്. സത്യം പറയാമല്ലോ, വെറും തീട്ടങ്ങളാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്നത് എല്ലാവരും. ഒരാൾ പോലും ഇല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തും തീട്ടമാണ് ഇതെല്ലാം. ഒരു പണിക്കും പോകാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ്. ദയവായി ഇത്തരം പൊതുവിടങ്ങളിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം മത്സരിക്കുകയും പരസ്പരം വഴക്കിടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുകയാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല ട്യൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയിയല്ല, ഏറ്റവും കൂടുതൽ പരാജയപ്പെടുകയും ആ പരാജയം എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്ത് മാറി വരുന്നതാണ് ഏറ്റവും വലിയ ട്യൂട്ടർ. അവനേക്കാൾ അനുഭവം മറ്റൊരാൾക്കുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് പറയുകയാണ്, ദയവേത് നിങ്ങൾ അവസാനിപ്പിക്കുക. കള്ളന്മാർ അവർക്ക് മോട്ടിക്കാനുള്ള ഒരു ഉപാധിയാണ് രാഷ്ട്രീയം. ഒരു പണിയും ചെയ്യാതെ കണ്ടില്ലേ, ഞാൻ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്, ഒരു സ്ഥലത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞു. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഗംഭീരമായ വെയിറ്റിംഗ് ഷെഡ്. നമ്മുടെ നാട്ടിലെ വെയിറ്റിംഗ് ഷെഡ് കണ്ടിട്ടില്ലേ, 10ഉം 14ഉം 40 ലക്ഷം രൂപയുടെ ബോർഡ് വെച്ചേക്ക് നട്ടില്ലേ. 1 ലക്ഷം രൂപയ്ക്ക് താഴെ ചെയ്യുന്ന സാധനങ്ങൾ ഈ മോട്ടിക്കാനുള്ള ഒരു ഉപാധിയാണ് ഇതെല്ലാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ സങ്കേതമാണ്, കള്ളന്മാരുടെ അരങ്ങാണ്. ഒരു പണിക്കും പോകാതെ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാനും പിന്നെ പെണ്ണു പിടിക്കാനുമുള്ള ഒരു ഉപാധിയാണ്.
താങ്ക് യു.